പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരമുള്ളവനായ കർത്താവേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായവനും അവിടുന്ന് ആയിരിക്കയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരമുള്ള കർത്താവ്, സ്വർഗം സിംഹാസനമായി ഭൂമി പാദപീഠമായി കർത്താവെ ഞങ്ങളെ ഭരിച്ച് വഴി നടത്തുന്ന ദൈവമാവെന്ന് നിങ്ങൾ അറിയുന്നു. ഇന്നേ ദിവസത്തിൽ അവിടുത്തെ തിരുസന്നിധിയില് കർത്താവെ അഭിനന്ദ തിരുമേനിയോടും കൊച്ചുമ്മയോടും അവിടുത്തെ ശുശ്രൂഷകളോടും പ്രത്യേകാല ജനപ്രതികളായ മക്കളോടും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്താവെ പ്രിയ മക്കളോടും ചേർന്ന് ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് പ്രിയ തോമസ് സാറിന്റെ നാൻസി സഹോദരിയെയും സമർപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പിന്നെ മക്കളെ വളർത്തിയ മാതാപിതാക്കൾക്കായി നന്ദി പറയുകയാണ്. കർത്താവെ പഠിപ്പിച്ച ഗുരുക്കന്മാരെ ഓർക്കുകയാണ്. കർത്താവെ ദൈവജനത്തിന്റെ ആഴങ്ങളിലൂടെ വഴി നടത്തിയ ദൈവവേലക്കാർക്കായി നന്ദി പറയുകയാണ്. മക്കളുടെ കുടുംബ ജീവിതത്തിൽ ദാനമായി നൽകിയ എഫ്സിബിയ എന്ന കുഞ്ഞിന്റെ ജീവിതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞിന്റെ വളർച്ചയിൽ ദൈവമായ കർത്താവ് കൂട്ടിരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ആമേൻ. ദൈവമായ കർത്താവെ, നിന്റെ മകളുടെ ജീവിതത്തില് അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കുവാനും പ്രയത്നിക്കുവാനും പ്രവർത്തിപ്പാനും ഇടയാക്കുകയും അവിടുന്ന് കർത്താവെ വിശുദ്ധനായ കർത്താവ് യോബിന്റെ മക്കളെ അവിടുത്തെ രാജ്യത്തിലേക്ക് ചേർത്തതുപോലെ കർത്താവെ പ്രിയ മകളെ അങ്ങയുടെ സ്വർഗീയ സന്നിധിയിലേക്ക് അവിടുത്തെ മടിയിലേക്ക് അവിടുന്ന് ചേർത്തണച്ചുവല്ലോ. എന്റെ ദൈവമായ കർത്താവ്, നിന്റെ മകളുടെ ജീവിതത്തിന് നന്ദി പറയുവാനായി പ്രിയ സാറും ആന്റിയും കർത്താവ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ മഹായിടുകയായി കർത്താവെ സമർപ്പിച്ച് നന്ദി പറയുകയാണ്. പ്രത്യേകാല കർത്താവെ നിന്റെ മക്കളുടേതായ മണ്ണ് ജനത്തിന്റെ ജീവിതത്തിന് വേണ്ടി വേദനയുടെ ആവശ്യങ്ങൾ കഴിയുന്ന മക്കളുടെ കണ്ണുനീരൊപ്പത്തിന് വേണ്ടി എഴുതി നൽകിയ കുടുംബത്തിന്റെ മേല് സ്വർഗത്തിന്റെ അധികാരങ്ങളെ നൽകി അവർ മാനിക്കുമാറാകണമേ. പ്രിയ ഹെപ്സിബാമോളുടെ ഓർമ്മയ്ക്കായി കർത്താവെ പണിയഴിപ്പിച്ചിരിക്കുന്ന കർത്താവ് ഗാർഡന്റെ മേല് അവിടുത്തെ കൃപ പകരണമേ. അത് ഉദ്ഘാടനം ചെയ്യുന്ന മുതൽ ദൈവനാമോഹരായി കർത്താവ് ദേശത്തിനും കുഞ്ഞുങ്ങൾക്കും അനുഗ്രഹമായ കൂട്ടായ്മയ്ക്ക് ദൈവരാജ്യത്തിന്റെ വർദ്ധനവിന് മുഖാന്തരമായി തീരുവാൻ ഇതിൽ ആരംഭിക്കുമ്പോൾ സർവശക്തരായ കർത്താവിനെ ഇതിൽ ഉദ്ഘാടനം ചെയ്യുകയും അവിടുന്ന് മൂന്നുള്ള കാലം മുഴുവൻ അവിടെ കൂട്ടായിരിക്കുകയും ഇതിൽ പ്രവേശിക്കുന്ന സകല മനുഷ്യരും ദൈവരാജ്യത്തിന്റെ അവകാശമായി തീരുവാൻ ഇടയാക്കുകയും ചെയ്യണമേ. മാത്രം എടുക്കണമേ. യേശുവിന്റെ ജീവനാമത്തിൽ ഒരുക്കി പ്രവേശിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. സങ്കീർത്തനം 1 മുതൽ 13 വരെ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക,
അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരുത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദയുമുള്ളവൻ തന്നെ. അവനെല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾ കൊത്തവണ്ണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾ കൊത്തവണ്ണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. സർവശക്തിയുള്ള പിതാവായ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നമ്മളെ കടന്നുപോയ പ്രിയ മോളുടെ ജീവിതത്തിനായി ദൈവത്തിന് നന്ദി കരയറ്റാം. പ്രിയ മോളുടെ വേർപാടിൽ ജീവ ദുഃഖത്തിലായിരുന്ന പ്രിയ മാതാപിതാക്കന്മാരെ, അവർക്ക് ദൈവം നൽകിയ ഒരു ദർശനത്തിന്റെ ഭാഗമായി ഇപ്രകാരം മനോഹരമായൊരു ഗാർഡൻ ഞങ്ങളുടെ പേരിൽ അത് നിർമ്മിക്കുവാൻ അതിനോട് ചേർന്ന് 5 ആളുകൾക്ക് സ്ഥലം നൽകി, ഭവനം വെക്കാനുള്ള വീട് വെക്കാനുള്ള സ്ഥലം നൽകി. അവർക്ക് കൂട്ടമായി ഇവിടെ വന്നിരുന്ന് അല്പസമയം വിശ്രമിക്കുവാനും അതുപോലെ തന്നെ സന്തോഷിക്കാനുള്ള ഒരു അവസരമായിട്ട് അതിന് പ്രത്യേകമായ സ്ഥലം ഇവിടെ ഒരു ഗാർഡനായിട്ട് വേർതിരിച്ചു ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വളരെ മനോഹരമായ ഈ ഗാർഡൻ നിർമ്മിച്ചിരുന്നു. ഇതെല്ലാം ഓർത്ത് ദൈവത്തിന് നമുക്ക് നന്ദി കരയട്ടെ. പലപ്പോഴും മനുഷ്യരിൽ ദുഃഖങ്ങൾ പ്രയാസങ്ങൾ വരുമ്പോൾ അത് അവരെ കൂടുതൽ നിരാശയിലേക്ക് കൊണ്ടുപോകുന്ന അനുഭവം നമ്മൾ കാണുന്നതാണ്. എന്നാൽ അതിന് വിപരീതമായി ദൈവം പ്രിയമക്കൾക്ക് നൽകിയ ദർശനം അനേക ആളുകൾക്ക് ഗുണകരമായി തീരുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നു. അതിന് ദൈവത്തിന് നമുക്ക് നന്ദി കരയട്ടെ. ഈ പ്രദേശാകമാനമാണ് ദൈവങ്ങൾ സമർപ്പിച്ചത്. മനോഹരമായൊരു വഴി നമുക്കിതിലെ ഇവിടം വരെ വരുവാനായിട്ട് ലഭിച്ചു. അതും അനേകർക്ക് ഗുണകരമായി തീരുന്നത് എല്ലാ നന്മകളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയട്ടെ. ദൈവങ്ങളുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി കരയട്ടെ. അവിടെ നല്ല തീരുമാനത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന
എല്ലാവരെയും നമ്മുടെ ദൈവങ്ങൾ പഞ്ചായത്തിൻ്റെ എല്ലാ പഞ്ചായത്തിൻ്റെ 90 വയസ്സുന്ന ബഹുമാനായ സ്വന്തന്മാർ ദേശത്ത് വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചത് ഇപ്പോഴും വിവിധ സ്ഥാനങ്ങളിൽ സഭയുടെയും അതുപോലെ തന്നെ സംഘടനകളുടെയും പ്രസ്ഥാനങ്ങളുടെയും സമുദായത്തിനും നേതൃത്വം നൽകിയവർ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ. എല്ലാവരെയും ഓർത്തും ദൈവത്തിന് നമുക്ക് നന്ദി കരയറ്റി നമുക്ക് പ്രാർത്ഥിക്കാം. ഭഗവാനുള്ള ദർശനം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, വളരെ അനുഗ്രഹപ്പെട്ടതായ ഈ നല്ല നിമിഷത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങൾ അവകാശവും പതിവും നൽകി ഞങ്ങളെ നിർത്തുമ്പോൾ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഇടയാക്കുന്ന കൃപയെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നീച്ചുള്ള മഹാനായ മാത്രമല്ല ദേശമായി ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നല്ലോ. കർത്താവെ, പ്രത്യേകിച്ച് ഇപ്രകാരം അനേക കുടുംബങ്ങൾക്ക് അത്താണിയായി അവർക്ക് വസിക്കുവാൻ തക്കവണ്ണം കർത്താവെ ഭവനം പണിയുവാൻ തക്കവണ്ണം സ്ഥലം കൊടുക്കുവാനും അതോടൊപ്പം തന്നെ ഒരു ഗാർഡൻ ഇവിടെ സ്ഥാപിതമാക്കുവാനും എൻ്റെ മക്കൾ കൊടുത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. തോമസാറിന് വേണ്ടിയും എനിക്ക് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ ജീവിതത്തിൽ ദൈവതയ ഏക മകളെ കർത്താവെ അവിടുത്തെ സമയത്ത് വിളിച്ച് വേർതിരിച്ചു. അത് ഉൾക്കൊള്ളുവാൻ അതിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ എൻ്റെ മക്കൾ കഴിയുന്നുവല്ലോ. കർത്താവെ, ഞങ്ങൾ ഈ ലോകത്തേക്ക് ഒന്നും കൊണ്ടുവരുന്നില്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ഉന്നതമായ ദൈവ ദർശനം ഉൾക്കൊള്ളുവാൻ എൻ്റെ മകൾക്ക് സാധിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, പ്രിയ ഏകമകൾ കത്തീഡ്രൽ സെമിത്തേരിയിൽ അവധിശേര വിശ്രമം കൊള്ളുമ്പോൾ കർത്താവെ അവിടെയും എല്ലാ ആഴ്ചയിലും തന്നെ വന്ന് കർത്താവെ പ്രിയ മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നിന്റെ മകൾ കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വിട്ടുപിരിഞ്ഞാലും കർത്താവെ പിരിയാൻ കഴിയാത്ത സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ മക്കളുടെ ജീവിതത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ദേശമായി മഹാടവിയായി ഞങ്ങൾ അങ്ങയെ സ്തുതി മഹത്വപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളെയും അപ്രകാരം ക്രമീകരിക്കുവാൻ അവിടുന്ന് ഒരുക്കണം, ശക്തീകരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സ്ഥലം, ഈ പ്രദേശം, ഈ ദേശത്ത് വലിയ അനുഗ്രഹകരമായി തീരുവാൻ, അനേകർക്ക് മാതൃകയായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിനു വേണ്ടി പണിയെടുത്ത മഹാടവിക്കായും അധ്യക്ഷനായ കുടുംബത്തിനായും എല്ലാ ഓഫീസേഴ്സിനും ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, ഇവിടെ വന്നും പോവുകയും ചെയ്യുവാനായിട്ട് മനോഹരമായ റോഡ്, അതിനുവേണ്ടി സ്ഥലം വിട്ടുകൊടുത്തതായ എല്ലാ നല്ല ആളുകളെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇനിയും കൂടുതൽ ഇവിടെ വികസനം പ്രാപിക്കുവാൻ, അനേകർക്ക് ഇത് അനുഗ്രഹകരമായി തീരുവാൻ കർത്താവ് കൃപ നൽകണം എന്ന് ഈ സമയത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഇന്ന് കർത്താവ് ഈ സ്തോത്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഒരു സമൂഹമായി അതിൽ പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയല്ലോ. ബ്ലോക്ക് തലങ്ങളിലും പഞ്ചായത്ത് തലങ്ങളിലും മെമ്പർമാരായി പ്രസിഡന്റുമാരായി ഒക്കെ പങ്കെടുക്കുവാൻ മക്കൾ കൊടുത്തിരിക്കുന്ന വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വ്യക്തിപരമായും സാമൂഹികപരമായ പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ, സമൂഹത്തിലെ ഭാരങ്ങളെ കാണുവാൻ അവിടുത്തെ കൃപ നൽകുന്ന ആ വലിയ ദർശനത്തെ സ്തോത്രം ചെയ്യുന്നു. തുറന്നും ഇതിന്റെ മറ്റു കാര്യങ്ങളിലെല്ലാം അവിടുത്തെ സുഖ്യമായ സ്ഥാനത്തും കൂടിയിരിക്കണമേ. ഇതൊരു ആരംഭം മാത്രമാകുന്നു എന്ന് അവിടുന്ന് അറിയുന്നുണ്ട്. ഇനി അനേക കാര്യങ്ങൾ ഇവിടെ തീരുവാനുണ്ട്. എല്ലാം സമയബന്ധിതമായി തീർന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടയാക്കണം എന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷിയാൽ 5 കുടുംബങ്ങൾ കർത്താവെ ഭവനം പണിത് ഇവിടെ വസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിന്റെ എല്ലാ കാര്യാദികളിലും അവിടുത്തെ സ്വർഗീയമായ സ്ഥാനത്ത് കൂടിയിരിക്കണമേ. കർത്താവെ, ഇതിനു വേണ്ടി പ്രവർത്തിക്കുകയും ഇതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാ ചെറിയ എല്ലാ ആളുകളെയും ഞാൻ ഓർക്കുന്നു. ഓഫീസേഴ്സിനെ ഓർക്കുന്നു. എല്ലാ അച്ഛന്മാരെയും സഭാസുഹൃത്തുക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ സാന്നിധ്യം തുടർന്ന് ഞങ്ങളോട് കൂടിയിരിക്കണമേ. ഞങ്ങളെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ. പൊതുവായ കുറിപ്പ് എല്ലാം ക്ഷമിക്കണമേ. ചോദിച്ചു നന്മകളാ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ പറഞ്ഞയക്കണമേ. പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. സൗലവും യേശു മൂലം താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടാണ് നമ്മോട് നാമോർത്ത് പ്രാർത്ഥിച്ച സകല കാര്യങ്ങളോടും, പ്രത്യേകിച്ച് പ്രിയ താമസ്ഥാനോടും ആന്റിയോടും, പ്രത്യേകിച്ച് ഇവിടെ ഈ പ്രദേശ താമസിക്കുന്ന എല്ലാ മക്കളോടും കൂടി, ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി നമ്മളൊരേ നാം മറാകട്ടെ. ഒരു സമയമാകുന്നില്ല. ഇത് എല്ലാ അലർട്ടും റെഡ് അലർട്ടുമൊക്കെയുള്ള സമയമാകുന്നു. ഈ 5 ദിവസങ്ങൾ എങ്കിലും ഞങ്ങളെല്ലാവരും വളരെ താല്പര്യപ്പെട്ട് വന്നതിന് എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹസമയത്ത് മഹാടക അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അറിയിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് നമുക്ക് ഈ പ്രദേശത്ത് മാത്രമല്ല ഡയസിനും ഒരുപോലെ
സന്തോഷം പകരുന്ന ഒരു കാര്യമാണ് ഇപ്രകാരം ഉള്ള ഒരു സംവിധാനം. അത് ആ ഒരു നല്ലൊരു ദർശനം നൽകിയ ദൈവത്തിന് വീണ്ടും നന്ദി കരയറ്റുന്നു, പ്രത്യേകിച്ച് തോമസ് സാറിന്. അതുപോലെ തന്നെ എല്ലാവിധമായ ആശംസകൾ ഞാൻ പറയുന്നു. ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. സാധാരണ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് ഈ സ്വസ്ഥമായിട്ട് ഇരുന്ന് അല്പസമയം ആശ്വസിക്കാനുള്ള സമയമൊക്കെ ഈ കാലങ്ങളിൽ കുറവാണ്. പക്ഷേ ഇവിടെ അതിനുള്ള സംവിധാനം ഇരിക്കാനുള്ള സംവിധാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള അവസരമുണ്ട്, വെറുതെ മനസ്സ് ഫ്രീ ആക്കിക്കൊണ്ടുകൂടി ഇരിക്കാനുള്ള സമയമുണ്ട്. എല്ലാം അത് ഉപയോഗിക്കാതെ നമുക്ക് എല്ലാവർക്കും, എല്ലാ ആൾക്കാർക്കും അത് ഗുണകരമായും നന്മയായും ഭവിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ നമ്മൾ ഈ പ്രദേശത്ത് നമുക്ക് ധാരാളം സ്ഥലം വെറുതെ ഉള്ളത് കൊണ്ട്, വെളിം പ്രദേശം ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫീലിംഗ് തോന്നത്തില്ല. പക്ഷേ ഇവിടെ ആൾക്കാരെല്ലാവരും താമസം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അവർക്ക് ഒരുമിച്ച് ആൾക്കാർക്ക് അത് അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ 1.5 വർഷം മുമ്പ് ഇതിൻ്റെ പദ്ധതികൾ ആരംഭിച്ചതാണ്. നമ്മൾ മഹായിടവ തലത്തിൽ 5 ആളുകൾക്ക് ഭൂമി കൊടുക്കുന്നതിന് അപേക്ഷ ക്ഷണിക്കുകയും നറുക്കിട്ട് അതിന് പ്രധാനപ്പെട്ട എല്ലാം പരിശോധിച്ചതിന് ശേഷം ഭൂമി മറ്റൊരിടത്തും ഇല്ലാത്ത 5 ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് 5 പ്ലോട്ടുകളായി വീതിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഹെപ്സിബയുടെ ഓർമ്മയ്ക്കായി ഒരു ഗാർഡനും ഇതിന് മധ്യേ നിർമ്മിക്കാൻ തോമസ് സാറും ആൻറ്റിയും തീരുമാനിക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മുടെ നാട്ടുകാരായ ഒത്തിരി ആളുകൾ റോഡ് വരുന്നതിനുമൊക്കെ സഹായിച്ചിട്ടുണ്ട്. 7ഓളം ആളുകളുടെ പുരയിടത്തിൽ കൂടിയാണ് റോഡ് ഇവിടെ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ മഹായിടവ ഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട്. ഇതിനുവേണ്ടി മഹായിടവ പ്രോപ്പർട്ടി ഓഫീസർ സണ്ണി ജോൺ സാറ്, മഹായിടവ സാറ്, അതുപോലെ തന്നെ അൽമായ സെക്രട്ടറി തുടങ്ങിയ ആളുകളും ഇതിനകത്ത് വളരെയധികം സഹകരിക്കുന്നു. എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ചേരിക്കൽ സാജു ജോൺ സാറ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി സഹായിച്ചിട്ടുണ്ട്. ഇവിടെ 5 വീട്ടുകാർക്ക് മാത്രമല്ല, ഈ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്കും കുട്ടികൾക്കും ഇവിടെ ഒരു പ്രയോജനകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും തോമസ് സാറിനും ആൻറ്റിക്കും ലഭിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവനാഥന് മാത്രം ഉണ്ടാകട്ടെ. തിരുമേനി, സ്നേഹമുള്ള പുരുഷന്മാർ, മഹാഡ് ഓഫീസേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള വൈദികർ, സഭാശുശ്രൂഷകർ, പ്രത്യേകിച്ച് ജനപ്രതിനിധികളായിട്ട് ത്രിതല പഞ്ചായത്തിലെ പ്രിയപ്പെട്ടവർ, ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും സ്നേഹവന്ദനം. മക്കൾ യഹോവ നൽകുന്ന അനുഗ്രഹമായി തീരുന്നതിന്റെ അനുഭവങ്ങൾ വ്യത്യസ്തങ്ങളാണ് എന്ന് നമുക്ക് ദൃക്സാക്ഷിയായി തീരുവാൻ ഏറ്റവും സ്നേഹമുള്ള തോമസ് സാറിലൂടെയും അതുപോലെ നാൻസി ആന്റിയിലൂടെയും ദൈവം ഇടപെട്ടതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നതോടൊപ്പം പ്രിയ മക്കളുടെ മനസ്സിൽ വലിയ പ്രത്യാശയും ആശ്വാസവും പകരുന്നതിന് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പ്രത്യേകിച്ച് ജനങ്ങൾക്ക് വേണ്ടി ആവശ്യഭാരങ്ങളിരിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി മഹാനോട് ചേർന്ന് പ്രവർത്തിച്ച പ്രിയപ്പെട്ടവർക്ക് മഹായുടെ പേരിൽ പ്രത്യേകമായ നന്ദിയും കടപ്പാടും സ്നേഹപൂർവ്വം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഗാർഡൻ എന്നുള്ള കോൺസെപ്റ്റ് നമുക്കറിയാവുന്ന പോലെ വേദപുസ്തകം ആദ്യമായിട്ട് ലഭ്യമാകുന്ന കോൺസെപ്റ്റാണ്. മനുഷ്യർ വസിക്കുന്ന ഇടം എന്ന നിലയിൽ അത് നഷ്ടമായെങ്കിലും കർത്താവിലൂടെ വീണ്ടും ക്രൂശിലൂടെ ആ ഗാർഡൻ തിരികെ കിട്ടുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. അതിലുപരിയായി നിത്യത്തിലേക്ക് ചെല്ലുവാൻ ദൈവം ഒരുക്കുന്നതും ഒരു പർദീസയുടെ അനുഭവമാണെന്ന് നമ്മൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ തീർച്ചയായും ഹെപ്സിബ ദൈവത്തിന്റെ ഗാർഡനിലാണ് എന്നുള്ള യാതൊരു സംശയവുമില്ല. ആ ഓർമ്മ നിലനിർത്താൻ തക്കതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും, ഓഫീസേഴ്സ്, അതിന്റെ തിരുമേനിയും, നമ്മുടെ പ്രോപ്പർട്ടി ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ ഇതിനുവേണ്ടി അധ്വാനിച്ച പ്രിയപ്പെട്ടവർ എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഒരിക്കൽ കൂടെ സ്നേഹമുള്ള തോമസ് സാറിനും നാൻസി ആന്റിയും മഹായുടെ പേരുടെ സ്നേഹം നന്ദിയും എല്ലാ കടപ്പാടും ദൈവം അറിയിക്കും. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അവർക്ക് നമസ്കാരം. നമുക്ക് വളരെ സന്തോഷം നിറഞ്ഞതാണെങ്കിലും ദുഃഖത്തോടു കൂടിയാണ് നമ്മളിവിടെ നിൽക്കുന്നത്. എങ്കിലും നമ്മൾ ആ ഹെപ്സിബയെ ഓർക്കുന്നു. അവളുടെ ആഗ്രഹങ്ങളെ, അല്ലെങ്കിൽ അവള് എവിടെയുണ്ടോ, അല്ലെങ്കിൽ ഇവര് നമ്മുടെ തോമസ് സാറും ആൻറ്റി ചെല്ലുന്നിടത്തെല്ലാം എൻ്റെ മോൾ അവിടെ ഉണ്ട്, എൻ്റെ മോളുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തത്. അത് തീർച്ചയായിട്ടും നമ്മുടെ പഞ്ചായത്തിനും അതുപോലെ വാർഡിനും ഒരു വളർത്തിക്കണ്ടം വാർഡിന് തന്നെ ഒരു ടൂറിസം മേഖലയായിട്ട് തന്നെ അവർ
സ്ഥലമായിട്ട് തന്നെ നമുക്ക് കടന്നു വരുവാനും കാണുവാനും ഹെപ്സിവ എന്ന മോളെ ഓർക്കുവാൻ മുഴുവൻ പേർക്കും നമ്മുടെ മഹായിടവകയായിട്ട് ഒത്തുചേർന്ന് ഇത് നൽകുവാൻ അവർക്ക് കൊടുത്ത എല്ലാ സഹകരണത്തിനും നന്ദി പറയുന്നു. അതോടൊപ്പം ഈ റോഡ് പണിതുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ മെമ്പർമാരും പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ വന്നിരുന്നു. തീർച്ചയായിട്ടും മഹായിടവക എഴുതി കിട്ടിയതിന് ശേഷം നമുക്ക് പഞ്ചായത്തിന് എഴുതി തരുമ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ കാലാവധി തീരാറായി എങ്കിലും കുറച്ച് നാളെ ഉള്ളെങ്കിൽ ഇനി വരുന്ന മെമ്പർമാരെ കൊണ്ട് ഞങ്ങൾ കൂടി പറഞ്ഞെങ്കിലും തീർച്ചയായിട്ടും ഈ റോഡിന് വേണ്ടിയുള്ള ഫണ്ടുകൾ വെക്കുന്ന കാര്യത്തിലെല്ലാം ഞങ്ങൾ മുന്നോട്ട് വരും. ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നു നിർത്തുന്നതാണ്. ഞാനേറെ സ്നേഹാദരങ്ങൾ നൽകുന്ന തിരുമേനി, ബഹുമാനപ്പെട്ട വൈദികരെ, തോമസ് സാറ്, ആൻറ്റി, എഴുതിയിരിക്കുന്ന മഹായിടവയിലെ ഉദ്യോഗസ്ഥന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് അതുപോലെ ഒരു മഹനീയ കർമ്മത്തിനാണ് ഇവിടെ പ്രാർത്ഥനയും ഉദ്ഘാടനമൊക്കെ നടന്നിരിക്കുന്നത്. ഞങ്ങളെ ജനപ്രതിനിധികളെ സംബന്ധിച്ച് ഭവനമില്ലാത്തവർക്ക് അതിനൊരു സാഹചര്യം ഒരുക്കാമെന്ന് കേൾക്കുന്നത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം 5 കുടുംബങ്ങൾക്ക് വീട് ലഭിച്ചപ്പോൾ തന്നെ അവരുടെ ആ ക്ലേശത്തിൻ്റെ പകുതി ഭാഗമെത്തി കഴിഞ്ഞു. ഇതേപോലെ തന്നെ സെൻറ് തോമസ് ചർച്ചിൽ 2 വ്യക്തികൾ ദാനം ചെയ്ത് 10 കുടുംബങ്ങൾക്ക് 5 സെന്റ് സ്ഥലം ഈടെ കൊടുക്കാനുണ്ടായി. ഇപ്പോഴും നന്മ പറ്റാത്ത മനസ്സുകൾ ഉണ്ടെന്നുള്ളതിന് തെളിവാണ് നമ്മളിത് കേൾക്കുന്നത്. അപ്പോൾ ഇതിന് മുൻകൈ എടുത്ത മഹായിടവകയെ, പ്രത്യേകിച്ച് മഹായിടവകളുടെ സ്നേഹവും അഭിനന്ദനം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയാണ്. എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ വന്ന അടുത്ത എല്ലാവരോടും എൻ്റെ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ്, ഇവിടെ കൂടിയിരിക്കുന്ന ഷീബാമോള്, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാനും ബ്ലോക്ക് പ്രസിഡന്റും കൂടെ ഇതിനു മുമ്പ് ഈ റോഡൊക്കെ ആകുന്നതിന് മുമ്പ് തന്നെ ഉപയോഗിച്ചും പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ വന്നിരുന്ന് കാണുകയും ഇത് അളക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു. അപ്പം അതിലെല്ലാം പങ്കെടുക്കാൻ സാധിച്ചു. അപ്പം ഞങ്ങളുടെ കാലത്ത് തന്നെ ഇതിവിടെ ഇങ്ങനെ വിപുലമായിട്ട് നടത്താൻ സാധിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. അത് തോമസ് സാറിനോടും ആൻറ്റിയോടും നന്ദി പറയുന്നു. ഞാൻ എന്നും കാണുന്ന, എൻ്റെ തൊട്ടയിലൊക്കെയാണ് ഇതിൽ താമസിക്കുന്നത്. അപ്പം ഞാൻ എന്നും കാണുന്ന, എന്നും വണ്ടിയിൽ എന്തെങ്കിലും ചെടികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഇവരെന്നും രാവിലെ കാപ്പിയൊക്കെ ആയി കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ പോകും. അതുപോലെ മോളുടെ അടുത്തും പോയി നിൽക്കുന്ന, അവിടെ സെൻറ്ററിയുടെ അവിടെ പോയി നിൽക്കുന്ന, പ്രാർത്ഥിക്കാനൊക്കെ പോയി നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അവർക്ക് ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ് ഇന്ന്. അവരുടെ ആ മനസ്സിൻ്റെ നന്മ ഇവിടെ എല്ലാവരും അറിയാൻ ഇടയാകട്ടെ. ഇനിയും വിപുലമായിട്ട് നടത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഈ റോഡ് ഇപ്പം പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഈ റോഡ് വിട്ട് കിട്ടുമോ, പഞ്ചായത്തിന് വിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫണ്ട് വെച്ച് ഈ റോഡ് ശരിയാക്കി എടുക്കാൻ പറ്റും. അതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ബഹുമാനമുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് വിൻസി ചേച്ചി, ഏറ്റവും പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. തോമസ് സാറിനെയും ആൻറ്റീനെയും എനിക്കറിയാവുന്നൊരു ഇവിടെ വന്നപ്പം തൊട്ട് എനിക്ക് അറിയാവുന്നതാണ്. അവരുടെ ആ ദുഃഖത്തിൽ അവരുടെ ആ ദുഃഖത്തിൽ എന്നും എന്നോട് അവർ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുള്ള ആളുകൾ. ഒരു മകളെപ്പോലെ തന്നെ നമ്മളെ കണ്ട് മനസ്സ് തുറന്ന് ആൻറ്റിയും സാറും എന്നോട് സംസാരിച്ചിട്ടുള്ളതാണ്. വളരെ വേദന തോന്നും. നല്ല പ്രായത്തിലെ ഒരു കുഞ്ഞ് പോവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒറ്റ ഏകപുത്രി, അത് വളരെ ഒരു വേദന. അതിൽ നിന്ന് എല്ലാവർക്കൊരു ദൈവം തമ്പുരാൻ വലിയ മഹത്തരമായ ഒരു ദൈവാനുഗ്രഹമാണ് ഇപ്പം നൽകിയിരിക്കുന്നത്. മറ്റുള്ളവർക്ക്, ജനങ്ങൾക്ക് സഹായകമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാനും മറ്റുള്ളവർക്ക് മകളിലൂടെ മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കാനും ഒക്കെ അവരുടെ ജീവിതം അവർ ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കാളിയാകാൻ. ദൈവം തമ്പുരാന് എല്ലാവിധ അനുഗ്രഹങ്ങളും ആൻറ്റിക്ക് സാറിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, മെമ്പർമാർ എല്ലാവരും വന്ന് ഇവിടുത്തെ ജനങ്ങളെല്ലാം വന്ന് സഹകരിച്ചതിനും നമ്മുടെ ഈ സംരംഭത്തെ വിജയമാക്കി തീർക്കാൻ എല്ലാവരും ഞങ്ങൾ സഹായിച്ചതിനും ഒക്കെ